ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്ന് ടൈ ആൻഡ് ഡൈയുടെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനലിൽ ഒരു ജോർജറ്റിൽ നമ്മൾ കളർ ചെയ്യണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ്. പക്ഷേ ഇത് ഷിബോരി പ്രിന്റിങ്ങിൽ വരുന്ന അല്ലെങ്കിൽ ടൈ ആൻഡ് ഡൈയിൽ വരുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വൈറ്റ് കളറ് മല്ലിൻ്റെ ഫാബ്രിക്കാണ്. ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മല്ലിൻ്റെ ഫാബ്രിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ പണ്ടത്തെ അമ്മമാരൊക്കെ ചട്ടയ്ക്ക് മുണ്ടിനൊക്കെ നമ്മൾ മേടിച്ചിരുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അങ്ങനത്തെ മെറ്റീരിയലാണ്. 3 മീറ്ററാണ് ഞാനിത് മേടിച്ചത്. അതിൽ 2.5 മീറ്ററിലാണ് ഞാൻ ഈ പ്രിന്റ് ചെയ്യണത്. 1/2 മീറ്റർ ഞാൻ കട്ട് ചെയ്തിട്ട് ആ കളറ് മാത്രമായിട്ട് ഞാൻ ഡൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അതിനൊരു ചെറിയൊരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കളർ ഷെയ്ഡ് മാത്രം വരുന്ന ഒരു മെറ്റീരിയൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ കളറ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഈ കഥം എന്ന് പറയുന്നത്. കഥ ആണോ കട ആണോ എന്ന് എനിക്കറിയില്ല, പ്രൊനൗൺസിയേഷൻ എന്താ പറഞ്ഞതെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് കഥം എന്ന് പറയാം. അതിന്റെ ലാവൻഡർ ഷെയ്ഡാണ് 06 ഷെയ്ഡിൽ വരുന്ന ഈ ഒരു പൗഡറാണ് നമ്മൾ എടുത്തേണത്. അതുപോലെ തന്നെ ഡൈ ഫിക്സർ നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിബോരി ഈ പ്രിന്റിങ്ങിൽ വരുന്ന അല്ലെങ്കിൽ ടൈ ആൻഡ് ഡൈയിൽ വരുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പോണത്. അപ്പൊ അതിന്റെ വീഡിയോ കാണാം. 3 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ ഞാൻ മേടിച്ചത്. അതിലൊരു 1/2 മീറ്റർ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, പ്ലെയിൻ ആയിട്ട് ടൈ ചെയ്യാനാണ്. ബാലൻസ് 2.5 മീറ്ററിലാണ് നമ്മൾ ഇത് ടൈ ചെയ്യാൻ പോണത്. അപ്പോൾ ടൈ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യണത് പൈപ്പിങ്ങിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ, ഇതുപോലെ നമുക്ക് മേടിക്കാൻ കിട്ടും. ആ ത്രെഡാണ്. അത് നമ്മളൊരു അത്യാവശ്യം നീളത്തിൽ 1-2 കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ 2.5 മീറ്റർ മെറ്റീരിയൽ നിവർത്തിയിട്ടിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണണ പോലെ ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക. ഫോൾഡിങ് അല്ല വരുന്ന, എന്നാൽ ചുരുട്ടിയിട്ടും അല്ല, നമ്മുടെ 2 കൈ കൊണ്ട് ഇതുപോലെ നമ്മളൊന്ന് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റത്തെ കെട്ട് ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ നമ്മൾ ഈ ഒരു ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കയറുണ്ടല്ലോ, അതുകൊണ്ടൊന്ന് നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുക. നിങ്ങൾക്ക് ഈ പൈപ്പിങ്ങിൻ്റെ കയർ തന്നെ വേണമെന്നില്ല, വേറെ എന്തെങ്കിലും നോർമലായിട്ട് ഇച്ചിരി വിട്ട് കുറഞ്ഞതാണെങ്കിൽ, അതായത് നമ്മൾ യൂസ് ചെയ്യണ ആ ഒരു ത്രെഡിൻ്റെ കട്ടിയൊക്കെ അനുസരിച്ചിരിക്കും നമുക്ക് ഡൈ ചെയ്ത് വരുന്ന ഒരു പ്രിന്റ്. ഇതുപോലെ സ്റ്റാർട്ടിങ് ഒരു നല്ല രീതിയിൽ ഒരു കെട്ടിട്ടിട്ട് ഇതുപോലെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് പിന്നീട് കെട്ടണത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് ചുറ്റണതനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടണ പ്രിന്റ്. എല്ലാം ഒരുപോലെ തന്നെ പ്രിന്റ് വരണമെന്നില്ല, എല്ലാം യൂണീക്കായിട്ടുള്ള ഡിസൈൻസ് ആണ് വരിക. അപ്പോൾ ഇതുപോലെ ഈ ഒരു 2.5 മീറ്റർ ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി കുറച്ച് കല്ലുപ്പ്, ഒരു അത്യാവശ്യം ഒരു 3-4 ടേബിൾ സ്പൂൺ കല്ലുപ്പ് നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് വെള്ളം നല്ല രീതിയിൽ തിളപ്പിച്ചിടുക. ശേഷം നമ്മളുടെ ആ കളറിംഗ് പൗഡർ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളത്തിൽ ഞാൻ ആദ്യമേ തന്നെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ ഈ കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. പഴയ ഒരു ബക്കറ്റൊക്കെ യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. അതിനുശേഷം നമ്മൾ കലക്കി വെച്ചാണ് ആ ഒരു പൊടി ഒരു കുറച്ച് വെള്ളത്തിൽ കലക്കിയല്ലോ, അത് ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മളുടെ ആ ഒരു മെറ്റീരിയൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ 1/2 മീറ്റർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടൈ ചെയ്തേണ ഈ ഒരു മെറ്റീരിയലും കൂടി നമ്മൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണേന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കോട്ടൺ ആണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. മറ്റ് മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതൊരു 20 മിനിറ്റാണ് ഞാൻ ചൂടുവെള്ളത്തിൽ അത് മുക്കി വെച്ചാണത്. ശേഷം പച്ചവെള്ളം എടുത്തിട്ട് ഈ മുക്കി വെച്ചാണത്. 20 മിനിറ്റിന് ശേഷം ഈ മുക്കി വെച്ചാണ് ഈ ഒരു ടൈ ചെയ്താണ് ആ മെറ്റീരിയൽ എടുത്ത് പച്ചവെള്ളത്തിൽ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്യുക. കാരണം കുറച്ച് കളറൊക്കെ നമ്മൾക്ക് ഇളകി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്, പിടിച്ചിട്ടുണ്ടാവില്ല. അതിനുശേഷം നമ്മളൊരു 5-6 ലിറ്ററിൽ നമ്മളുടെ ഈ ഡൈ ഫിക്സർ ഉണ്ടല്ലോ, അതൊന്ന് കലക്കി കൊടുക്കുകയാണ് ചെയ്യണത്. പച്ചവെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം ഈ ഡൈ ഫിക്സറിൽ ഇത് മുക്കി വെക്കുക. അതും ഒരു 15 മിനിറ്റോളം നമ്മൾ മുക്കി വെക്കണം. 15 മിനിറ്റിന് ശേഷം നമ്മൾ കെട്ടിയാണ് ഈ കെട്ടുകളെല്ലാം അഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. പഴയൊരു വേസ്റ്റ് തുണിയുടെ മുകളിലിട്ടിട്ട് ഇത് ഊരിയെടുത്താൽ മതിയാവട്ടെ, കാരണം ഓൾറെഡി ഇത് നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളുടെ നല്ല മെറ്റീരിയൽസിൻ്റെ മുകളിലൊന്നും ഇത് ഇട്ട് ഊരിയെടുക്കണ്ട, പഴയൊരു വേസ്റ്റ് തുണിയുടെ പൊക്കത്ത് ഇട്ടിട്ട് ഊരിയെടുത്താൽ മതി കേട്ടോ. ഇത് അഴിക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റായിട്ടാണ് കേട്ടോ വന്നതാണ്. അപ്പം എല്ലാവർക്കും ഇതുപോലെ അല്ല വരാം, കാരണം നമ്മൾ കെട്ടണ കയറിൻ്റെ ഒരു വിട്ടൊക്കെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ പ്രിന്റ് വരണത്. അപ്പം എൻ്റെ പ്രിന്റ് വന്നത് ഇങ്ങനെയാണ്. അതിനുശേഷം ഞാനത് അഴയിലൊന്ന് ഉണക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ രാത്രി മൊത്തം ഞാനത് ഉണക്കാനായിട്ട് ഇട്ടേക്കായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടൈ ആൻഡ് ഡൈയുടെ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. നമ്മളുടെ മെറ്റീരിയൽ വന്നത് ഇങ്ങനെയാണ്. ഞാൻ നന്നായി അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
നല്ല രസത്തിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പ്രിന്റ് മൊത്തം ആ മെറ്റീരിയലിൽ ഈ ഒരു ലാവൻഡർ ഷെയ്ഡിൽ തന്നെയാണ് വന്നേണത്. ഡൈ ചെയ്യുമ്പോൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്യേണ്ട, ഒന്ന് ഈവനിങ് ടൈമിലൊക്കെ ചെയ്താൽ മതിയാവും. കാരണം സൺലൈറ്റിൽ നമ്മൾ ഉണക്കാനിടുന്നേക്കാളും ബെറ്റർ ആണ് ഒരു ഷെയ്ഡിൽ ഉണക്കാനിടണത്. അപ്പോൾ ഒന്ന് തണലത്തൊക്കെ ഇട്ട് ഉണക്കിയാൽ മതി. കാരണം നമുക്ക് അതിൻ്റെ നിറം മങ്ങാതിരിക്കാനുള്ള വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. കാരണം കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടുള്ളതല്ല, ആസിഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടുള്ള ഡൈയിങ് അല്ല, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യണതാണ്. അപ്പം അതിൻ്റെ ഒരു നിറം മങ്ങാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് നമ്മൾ സൺലൈറ്റിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡൈ ചെയ്തിടുകയാണെങ്കിൽ. ഞാനിപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 1/2 മീറ്റർ ഇതുപോലെ ഞാൻ ആ ഒരു പ്ലെയിൻ കളർ മാത്രമായിട്ട് മുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് തന്നെയാണിത്. അവിടെ എവിടെയും ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യണമെങ്കിൽ മാത്രം ഓപ്ഷനായിട്ട് ഞാൻ വെച്ചതാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് വന്നേണത്. രണ്ടിൻ്റെ ഫൈനൽ ലുക്ക് വന്നേണത് ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് കളർ വരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇതിൻ്റെ വേറെ വെറൈറ്റി മെത്തേഡ്സ് ഒക്കെ ഉണ്ട് നമ്മൾ ടൈ ചെയ്യണതിൻ്റെ. അതിൻ്റെയൊക്കെ നമുക്ക് നെക്സ്റ്റ് വീക്കുകളിലായിട്ട് ഞാൻ ഓരോ മെത്തേഡ്സും പറഞ്ഞു തരാം. ഇതിൻ്റെ ഗാർമെൻറ്റ് വീഡിയോ ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.